എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. KS പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങളാണ് നമ്മളോട് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം 15 വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ ഇരട്ടിയായിരുന്നു. ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ പ്രായങ്ങളുടെ തുക 99 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ തുടക്കത്തിൽ തന്നിരിക്കുന്ന 15 വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന് ഇരട്ടിയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മയുടെ പ്രായം മകളുടെ പ്രായം തമ്മിലുള്ള റേഷ്യോ കിട്ടി 2:1 ആണ്, ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്നത് ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ തുക തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 15 വർഷം മുമ്പാണ്. ഇപ്പോൾ നമുക്ക് 0 ആയിട്ട് എടുക്കാം. പിന്നെ 3 വർഷം കഴിഞ്ഞ് +3. അപ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് 99 ആണെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 15 വർഷം മുമ്പുള്ള അവരുടെ വയസ്സുകളുടെ തുക നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ഡിഫറൻസ് ഇങ്ങോട്ട് എത്രയുണ്ട്? 15 ഉണ്ട്. പിന്നെ 0 + 3, അതായത് ഇപ്പോൾ മുതൽ അങ്ങോട്ട് 3. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 വർഷമല്ലേ? അതായത് ഈ 15 വർഷത്തിൽ നിന്ന് 15 വർഷം മുമ്പിൽ നിന്ന് 18 വർഷം കഴിയുമ്പോഴാണ് ഈ 99 എന്ന് പറയുന്ന സമ്മ് കിട്ടുന്നത് അല്ലെ? രണ്ടുപേരുടെയും വയസ്സ് കൂട്ടിയാൽ കിട്ടുന്നത് 99 ആവുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ വർഷ വ്യത്യാസം എന്ന് പറയുന്നത് 18. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വർഷം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 പേരുണ്ടല്ലോ. അപ്പോൾ 2 പേർക്ക് എത്ര കൂടും? 36 കൂടും. അതായത് ഈ 99നോട് ഈ 36 കുറയ്ക്കുക. അപ്പം നമുക്ക് അവിടെ കിട്ടുന്നത് 63 ആണ്. ഈ 63 ആയിരിക്കും അവിടെ ഉള്ള സമ്മ് എന്ന് പറയുന്നത് 15 വർഷം മുമ്പുള്ള ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത്. അതിൻ്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിരിക്കുന്ന 2:1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 63നെയാണ് എങ്ങനെ ഭാഗിച്ചിരിക്കുന്നത്? 2:1 എന്ന് ഭാഗിച്ചിരിക്കുന്നത്. അപ്പോൾ 3 റേഷ്യോയ്ക്കാണ് 63, 1 റേഷ്യോയ്ക്ക് 21. ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രയാണ്? റേഷ്യോ പരം നോക്കുമ്പോൾ 1 റേഷ്യോയുടെ വ്യത്യാസം, 2 1 തമ്മിൽ വ്യത്യാസം 1 ആണ്. അപ്പോൾ നമുക്ക് പറയാം മറ്റു ഏജ് ഡിഫറൻസും എത്ര തന്നെയാണ്? 21 തന്നെയാണ്. നമുക്കറിയാം പ്രായ വ്യത്യാസം ഒരിക്കലും മാറത്തില്ല. ഇന്ന് എത്രയാണോ പ്രായ വ്യത്യാസം, നാളെ അത്രയായിരിക്കും, 10 വർഷം കഴിഞ്ഞാലും അത്ര തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? 21 എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ബി 21 വയസ്സെന്നാണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, 100 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റിയിൽ ഓരോ അംഗവും ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്നിവയിൽ കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും കളിക്കുന്നു. 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു, 30 പേര് ഹോക്കി മാത്രം കളിക്കുന്നു, 25 പേര് വോളിബോൾ മാത്രം കളിക്കുന്നു, 12 പേര് ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു, 7 പേര് ഹോക്കിയും വോളിബോളും കളിക്കുന്നു. 3 അംഗങ്ങൾ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നുവെങ്കിൽ എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് നമ്മൾ വെൻ ഡയഗ്രാം വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവില്ല പരീക്ഷ കഴിഞ്ഞാലും. നോക്കുക, 100 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റി. അപ്പോൾ ടോട്ടൽ അംഗങ്ങൾ എത്രയുണ്ട്? 100. ഞാനിവിടെ 3 സർക്കിൾ വരയ്ക്കാൻ കാരണം 3 ഇത് കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് 3 എണ്ണം വരച്ചത്. അപ്പോൾ അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. കുറച്ചും കൂടെ വലുതാക്കി വരയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ഥലം തികയില്ല, എല്ലാം കൂടി ഒരു ഇതായി പോകും. അപ്പോൾ ഞാനിവിടെ 3 ഗെയിംസാണുള്ളത്. 3 ഗെയിംസുകൾ നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. അതിൽ ഒന്നെന്ന് പറയുന്നത് ക്രിക്കറ്റാണ്, ഞാൻ C എന്ന് കൊടുത്തു. അടുത്ത് ഹോക്കിയാണ്, H എന്ന് കൊടുത്തു. ഈ ഒരു സർക്കിൾ വോളിബോൾ ആണ്, ഞാനത് V എന്ന് കൊടുത്തു. ഇനി നോക്കുക, ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞു? 100 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു. അപ്പോൾ നമുക്ക് ക്രിക്കറ്റിന്റെ മാത്രം, അതായത് നമുക്ക് ഇത് വരയ്ക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റും ഹോക്കിയും കൂടി ചേരുന്നതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റും വോളിബോളും രണ്ടും കൂടെ കളിക്കുന്നവരാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? വോളിബോളും ഹോക്കിയും കളിക്കുന്നവരാണ്. ഈ നടുവിലുള്ളത് എന്താണ്? 3ഉം കളിക്കുന്നവരാണ്. അപ്പോൾ ആ രീതിയിൽ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ചെയ്യാറുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? ക്രിക്കറ്റ് മാത്രം കളിക്കുന്നവർ 20 തന്നിട്ടുണ്ട്. ഇനി 30 പേർ ഹോക്കി മാത്രം കളിക്കുന്നു. അപ്പോൾ ഇവിടെ 30 കൊടുക്കാം. ഇനി അടുത്ത പറയുന്നത് 25 പേർ വോളിബോൾ മാത്രം കളിക്കുന്നു. അപ്പോൾ ഇവിടെ 25 കൊടുക്കാം. 12 പേർ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു. 12 പേര് ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നുണ്ട്. അപ്പോൾ 12 പേര് എന്താണ്? ക്രിക്കറ്റും ഹോക്കിയും. അപ്പോൾ നമുക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്, 12 എന്ന് കൊടുക്കാം. ഇനി അടുത്ത പറയുന്നത് 7 പേർ ഹോക്കിയും വോളിബോളും കളിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 7 എന്ന് കൊടുക്കാം. ഇനി 3 അംഗങ്ങൾ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നു. 3 പേര് എല്ലാം, അപ്പം നടുക്ക് 3 വരും. ഇനി ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്, സിമ്പിളാണ്. 100 ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 30ഉം 7ഉം 37, 37 3ഉം 40, 40ഉം 20ഉം 60, 60ഉം 20 80, 85, 85 2ഉം 87, 97. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നു? മിനിമം എന്താണ്? 2 ആണ്. മിനിമം എന്താണ്? 2 ആണ്. മാക്സിമം അതിൽ കൂടാം. അതായത് ഇവിടെ മാക്സിമം എത്ര വരും? 3 വരും. അപ്പോൾ നമ്മൾ ഈ 1 ഉള്ളത് ഒഴിവാക്കി കളയാം. ഇത് നമുക്ക് കൂട്ടണ്ട, ഇത് കൂട്ടണ്ട, ഇത് കൂട്ടണ്ട, ബാക്കി കൂട്ടിയാൽ മതി. 12 3 എത്ര? 15, 15 3 എത്ര? 18, 18ഉം 7ഉം എത്രയാണ് വരിക? 25.
അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു കോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് എന്നതിനെ കോഡ് ചെയ്തിരിക്കുന്നത് UUCNE എന്നാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് സെക്ഷനെ എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് അറിയണം ആദ്യം. ഈ സി ഉണ്ടല്ലോ, ഈ സിയും കൊണ്ട് എടുക്കുക. ഇനി നമ്മൾ ഈ അവസാനത്തുള്ള ഇ എടുക്കുക. നോക്ക്, ABC, സി കഴിഞ്ഞാൽ പിന്നെ ഡി ഒഴിവാക്കിയിട്ട് ഇത് അവസാനം കൊണ്ടിട്ട് ഇ എഴുതി. ഇതാണ് അതിൻ്റെ ഒരു കോഡിങ് രീതി എന്ന് പറയുന്നത്. ഈ സി ഇങ്ങോട്ട് വന്നു, സി കഴിഞ്ഞാൽ പിന്നെ ഡി ആണ്, അത് ഒഴിവാക്കിയിട്ട് ഇത് അവസാനം കൊണ്ടുപോയിട്ട് ഇ എന്ന് എഴുതി. ഇനി എൽ ഉണ്ടല്ലോ, എല്ല് കഴിഞ്ഞാൽ എന്താ? LMN. അപ്പോൾ നോക്ക്, ഇവിടെ എമ്മിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതാ ഇവിടെ കൊണ്ടുപോയിട്ട് എൻ എഴുതി. ആ പാറ്റേൺ മനസ്സിലായല്ലോ. അതുപോലെയാണ് ഇനി ബാക്കി എ നോക്ക്, ABC കണ്ടോ, ഇവിടെ നോക്ക്. ഇനി അടുത്ത സി അല്ലേ വരിക, ബി ഒഴിവാക്കി സി എഴുതി. പിന്നെ നോക്ക് ഇവിടെ SPQRSTU കണ്ടോ, ഇവിടെ അങ്ങനെ എഴുതി. കണ്ടോ, ഇവിടെ അങ്ങനെ എഴുതി. മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്, ഈ സെക്ഷൻ എന്നതിലും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആദ്യം എസ് അല്ലേ, എസ് കഴിഞ്ഞാൽ PQRSTU. അപ്പോൾ ഇവിടെ നമുക്ക് യു വരണം. ഇനി അടുത്തോ ഇ ആണ്, FG വരണം. GU എന്ന് പറയുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നമുക്ക്? ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. പിന്നെ നമ്മൾ ഈ അടുത്തത് നോക്കുമ്പോൾ CDE വരും, PQRSTUV വരും, VE എന്ന് പറയുന്ന ഓപ്ഷനാണ് എല്ലാം ഉള്ളത്. പിന്നെ അടുത്ത HIJK വരും, HIJK. അപ്പോൾ ഇവിടെ ഇൻ്റെ പുറകിൽ വി വരുന്നുണ്ട്, വിൻ്റെ പുറകിൽ കെ വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മുടെ അടുത്ത ചോദ്യം ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരത്തിലേക്ക് എത്തിച്ചേരണം. ഇവിടെ നോക്കുക, ഇവിടെ എഴുതിയിരിക്കുന്ന P+Q - R × S / T ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെ P+Q ആദ്യം നമ്മൾ എടുക്കാം. ഇവിടെ നോക്കുക, A+B എന്ന് പറഞ്ഞാൽ ABയുടെ മകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ABയുടെ മകളാണ്. അപ്പോൾ P+Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? PQവിൻ്റെ മകളാണ്. അപ്പോൾ ഞാനിവിടെ സ്ത്രീനെ പ്ലസ് ആയിട്ടും പുരുഷന്മാരെ ഇങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ Q ആണ്. എന്താണ് ആദ്യത്തേത് നിന്ന് മനസ്സിലാക്കേണ്ട? P+Q ABയുടെ മകളാണ്. അപ്പോൾ ഇവിടെ എന്താണ്? PQവിൻ്റെ മകളാണ്. ഇനി അടുത്ത് പറയുന്നത് എന്താ? Q - R എന്നാ അല്ലേ? Q - R എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ കൊടുത്തേക്കണേ? ABയുടെ പിതാവാണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും? QR-ന്റെ പിതാവാണ്. അപ്പോൾ Q എന്ന് പറയുന്നത് പുരുഷനാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മകനോ മകളോ ആവാം, കാരണം അവിടെ നമുക്ക് അറിയത്തില്ല. ഇനി R × S എന്നാണ് കൊടുത്തത്. A × B, ABയുടെ മകൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ABയുടെ മകൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ R × S എന്ന് പറയുമ്പോൾ RSന്റെ മകനാണ്. RSന്റെ മകൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Qവിൻ്റെ ഭാര്യയായിരിക്കും അല്ലേ? അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് S/T ആണ്. ഇവിടെ നോക്ക്, A/B എന്ന് പറഞ്ഞാൽ ABയുടെ അമ്മ എന്നാണ്. അപ്പോൾ ഇവിടെ S/T എന്ന് പറയുമ്പോൾ STയുടെ അമ്മ എന്നാണ്. അപ്പം T എന്താണ്? ഈ പറയുന്ന Qവിൻ്റെ എസിൻ്റെ മകനോ മകളോ ആകാം. നമുക്കിനി ഓപ്ഷനിലേക്ക് വരാം. PT-യുടെ ഭാര്യയാണ്. PT-യുടെ ഭാര്യയാണോ? അല്ല. ഇനി T എന്നത് P-യുടെ മുത്തശ്ശിയാണ്? ഒരിക്കലും അല്ല. T എന്നത് P-യുടെ അമ്മയാണ്. T എന്നത് P-യുടെ അമ്മ അല്ല. P എന്നത് T-യുടെ സഹോദരിയാണ്. P എന്നത് T-യുടെ സഹോദരിയാണ്. ശരിയാണ്, കാരണം അവിടെ P-ന്റെ ജെൻഡർ നമുക്കറിയാം. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, X എന്നത് ഒരു മൂന്നക്ക സ്വാഭാവിക സംഖ്യയാണ്. അതിനാൽ ആ സംഖ്യയും അതിൻ്റെ വിപരീത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. അപ്പോൾ 100ന്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിന്റെ Xന്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നമ്മൾ ഇന്നലെ ഫേസ് വാല്യൂം അതുപോലെ തന്നെ പ്ലേസ് വാല്യൂ ഒക്കെ പഠിപ്പിച്ചിരുന്നു. അവിടെ ആ കാര്യം നമുക്ക് അറിയാമെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ഇവിടെ സിമ്പിളാണ്. XYZ എന്ന് പറയുന്ന ഒരു സംഖ്യ ഞാൻ എടുത്തു. ഇവിടെ ഉദ്ദേശിക്കുന്ന 230 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. അതിനെ നേരെ തിരിച്ചിടാന്ന് പറഞ്ഞാൽ 132 മാറും. പിന്നെ ഇവിടെ പറയുന്നത് എന്താ? X എന്ന് പറയുന്ന ഒരു മൂന്നക്ക സംഖ്യ ആണ്. അതിനാൽ ആ സംഖ്യയും അതിൻ്റെ വിപരീത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട്. അതായത് 231 132 തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ 99 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100ന്റെ സ്ഥാനത്തുള്ള അക്കം എന്ന് പറഞ്ഞാൽ ഇതാ ഈ 2 ആണ്. അതുപോലെ യൂണിറ്റിന്റെ സ്ഥാനത്തുള്ള അക്കം ഇതാ ഈ 1 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? XYZ എന്നാണ്
ആ നമ്പർ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഡെസിമൽ ഡിജിറ്റ് ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒറ്റാമത്തെ ഡിജിറ്റ് 10⁻⁴ പൊസിഷനാണ്. ഇതെന്ന് പറയുന്നത് 10⁻⁴ പൊസിഷനാണ്, 10⁻⁴ പൊസിഷനാണ്. നമ്മൾ എന്താണ് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എടുക്കാം? 100x പ്ലസ് 10y പ്ലസ് z ഇതാണ് നമ്മുടെ യഥാർത്ഥ നമ്പർ. ഇത് നേരെ തിരിച്ചിടുമ്പോൾ എന്ത് വരും? z 100z പ്ലസ് 10y പ്ലസ് എന്ത് വരും? എക്സ് എന്ന് വരും അല്ലേ? ഈ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 99 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മളിത് കുറച്ച് നോക്ക്. 100x എക്സും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്കൂടെ 99x എന്ന് കിട്ടും. 10y 0 ആയിപ്പോയി. z മൈനസ് 100z അപ്പോൾ മൈനസ് 99z എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 99. അപ്പോൾ എക്സ് മൈനസ് z എന്ന് പറഞ്ഞാൽ എന്താ? 99/99. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. കാരണം 99 പുറത്തോട്ട് എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഹരിച്ചു. നോക്ക്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 100ാമത്തെ പൊസിഷനുള്ള സംഖ്യ, അതായത് ഈ ഒരു സംഖ്യ ഇതും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? അതല്ലേ നമുക്കിവിടെ കിട്ടിയത്? 1 ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. മനസ്സിലായോ? സിമ്പിളാണ് ചോദ്യം. ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കായിക താരം ഒരു നിശ്ചിത സമയം സ്ഥിരമായ വേഗത്തിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈനിന് 20 മീറ്റർ കുറവ് വരുന്നു. അയാൾ തൻ്റെ വേഗത 40% വർദ്ധിപ്പിച്ചാൽ അതേസമയം തന്നെ അവൾ എന്താണ് 10 മീറ്റർ ഓവർഷൂട്ട് ചെയ്യുന്നു. ട്രാക്കിൻ്റെ നീളം എത്രയാണ്? സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് റേഷ്യോ വെച്ചിട്ടും ചെയ്യാം. ഞാനത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കിവിടെ ടൈം കോൺസ്റ്റൻ്റ് ആണ്, സെയിം ടൈം എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു ഇക്വേഷനെ ടൈമിൻ്റെ രൂപത്തിലേക്ക് മാറ്റാം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കേസിൽ എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു നിശ്ചിത സ്പീഡിൽ പോകുമ്പോൾ ഈ ഡിസ്റ്റൻസ് യഥാർത്ഥത്തിൽ ആ ട്രാക്കിൻ്റെ നീളമാണ് ഡി എന്ന് പറയുന്നത്. അതിനോട് 20 മീറ്റർ കുറവാണ് വരുന്നത്, ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കേസിൽ എന്തെഴുതാം? ഡി മൈനസ് 20/s എന്ന് എഴുതാം. അടുത്ത കേസിലേക്ക് വരുമ്പോൾ ഈ സ്പീഡ് 140% ആക്കുക, അതായത് 40% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 140% ആയെന്നാണ് അർത്ഥം വരുന്നത്. നമുക്കറിയാവുന്നതാണല്ലോ. അപ്പം 140% എന്ന് പറയുമ്പോൾ 140/100 ആണ് അല്ലേ? 140% എന്ന് പറയുമ്പോൾ 140/100 ആണ്. അതിനെ നമുക്ക് 1.4 എന്നിട്ടൂടെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത കേസിലേക്ക് വരുമ്പോൾ ഡി പ്ലസ് 10 ആണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന 20 കുറവാണെങ്കിൽ ഇവിടെ 140% ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഡിനേക്കാൾ 10 മീറ്റർ അധികമായിട്ടാണ് അയാൾ ഫിനിഷ് ചെയ്യുന്നത്, സെയിം ടൈം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡി പ്ലസ് 10 ഡിവൈഡ് ബൈ 1.4 ES എന്ന് വരും. ഇത് രണ്ടും എന്തിൻ്റെ വാല്യൂവാ? ടീൻ്റെ വാല്യൂ അല്ലേ? ടി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കിത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അതായത് ഡി മൈനസ് 20 ഡിവൈഡ് ബൈ എസ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് 10 ഡിവൈഡ് ബൈ 1.4 എസ് എന്ന് എഴുതാം. ഇത് നമ്മൾ ഈ എസും വെട്ടിപ്പോയി. അതേപോലെ തന്നെ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡീൻ്റെ വാല്യൂ 1.4 ഡി മൈനസ് 28 എന്ന് വരും കേട്ടോ. അതായത് 20 × 1.4 ചെയ്യുമ്പോൾ 20 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് 10 എന്ന് വരും. ഡി പ്ലസ് 10 എന്ന് വരും. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? 0.4 ഡി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ഇതിനെ ഇങ്ങോട്ട് പോകുമ്പോഴോ 38 എന്ന് വരും. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 380 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതി കൂടെ. അതായത് പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു. 9.5 95 എന്ന് വരും. ആ ട്രാക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 95 മീറ്റർ ആണ്. ഇതൊരു രീതിയാണ്. ഇനി മറ്റൊരു രീതി സിമ്പിളാണ്. 5 മിനിറ്റ് കൊണ്ട് ഉത്തരം കിട്ടും. അതായത് 5 മിനിറ്റ് ഒന്നും വേണ്ടേ, 100% ആദ്യത്തെ സ്പീഡ് എടുക്കുക. അടുത്ത സ്പീഡ് എത്ര? 40% കൂടിയുമ്പോൾ 140 ഇതിൻ്റെ റേഷ്യോയിലേക്ക് കൊണ്ടുവരുമ്പോഴോ ഇവിടെ 5 വട്ടം പോവും. ഇവിടെ നമ്മൾ 20 വരുമ്പോൾ 7 വട്ടം. അപ്പോൾ വെലോസിറ്റിയുടെ റേഷ്യോ ആണ്, അല്ലെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ ആണ് 5:7 എന്ന് പറയാം. സ്പീഡിൻ്റെ റേഷ്യോ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? നേരാനുപാതത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ പ്രകാരം ഇവിടെ നോക്ക്, വ്യത്യാസം എത്രയാ? 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2ൻ്റെ വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ ആ ഡിസ്റ്റൻസിൻ്റെ വ്യത്യാസം എന്താ? ആദ്യത്തെ കേസിൽ നമ്മളിങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അടി. ആദ്യത്തെ കേസിൽ ഇതാ ഇവിടെ വെച്ചിട്ട് അയാൾ നിന്നു. അപ്പോൾ ഈ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 20 ആണ്. അടുത്ത കേസിൽ ഇങ്ങോട്ട് ഒരു 10 വന്നു. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 30. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിച്ച ആ ഒരു റേഷ്യോ വ്യത്യാസമല്ലേ? ഈ 2 എന്ന് പറയുന്നത് എന്തിനു തുല്യ? 30 തുല്യം. 1 എന്ന് പറയുന്നത് 15 തുല്യം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ട്രാക്കിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? ട്രാക്കിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 7 5 35 105 എന്ന് കിട്ടും. 105 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്?
ഒരു റേഷ്യോയ്ക്കാണ് 7 റേഷ്യോയ്ക്കാണ് 105. അപ്പോൾ ഈ തമ്മിലുള്ള ഇതെന്ന് പറയുന്നത് എത്രയാണ്? ഇതെന്ന് പറയുമ്പോൾ 15 × 5 75 എന്ന് കിട്ടും. 75 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 105ഉം 75ഉം തമ്മിലുള്ള ഡിഫറൻസ് 85, 95, 30 ഡിഫറൻസ്. അപ്പോൾ ഒരു 15 കുറയ്ക്കുക, നമുക്ക് 95 എന്ന് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സമയം എടുത്തത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇനി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പറഞ്ഞ കാര്യം എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ചെയ്ത മെത്തേഡ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ കുറേ ടൈം എടുക്കും. ഇതാണെങ്കിൽ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ തന്നിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന പൈ ചാർട്ട് ഓഫീസ് യാത്രക്കാർ അവരുടെ ഓഫീസിൽ എത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. യാത്രയ്ക്കായിട്ട് 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ് ജീവനക്കാരുടെ മധ്യകോൺ എന്താണെന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊരു സർക്കിൾ അല്ലേ. സർക്കിളിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അതിൻ്റെ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വാല്യൂ ഉണ്ട്? ഇവിടെ 20, 120, 200, 200 + 120, 320. അപ്പം 320 എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? 360 ഡിഗ്രിക്ക് തുല്യമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ് ജീവനക്കാരുടെ മധ്യകോൺ എന്താണ്? 4 ചക്രം എന്ന് പറയുമ്പോൾ ഈ കാറും വരുന്നുണ്ട്, ബസ്സും വരുന്നുണ്ട്. അപ്പം 320 എന്ന് പറയുമ്പോൾ 360 തുല്യമാണ്. അപ്പം 150 എന്ന് പറയുമ്പോൾ എത്രയാണ് തുല്യമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 360 × 150 / 320 എന്ന് ചെയ്താൽ മതി. അതായത് 360/320 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നിന് എത്ര ഡിഗ്രിയാണെന്ന് കിട്ടും. അതേപോലെ തന്നെ × 180 ചെയ്താൽ 180ക്ക് എത്രയാണെന്ന് കിട്ടും. ഇതും വെട്ടിപ്പോയി. 4 വെച്ച് പോകുമ്പോൾ ഇവിടെ 8 വരും. ഇവിടെ നമുക്ക് 90 എന്ന് വരും. പിന്നെ നമ്മൾക്ക് ഇവിടെ 2 വെച്ച് പോയാൽ ഇവിടെ 4 വരും. ഇവിടെ നമുക്കിത് 45 ആക്കാം. ഇതിങ്ങനെ 2 വെച്ച് പോയി ഇവിടെ 9 വരും. ഇവിടെ നമുക്ക് 2 വരും. 9 5 45, 9 4 36, 4 405/2. അപ്പോൾ ഇവിടെ 2.02 എത്ര വരും? 5, 202.5. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്.